ഇന്ന് നമുക്ക് റെഡിയാക്കാനുള്ളത് 1.5 കിലോ വെയിറ്റ് വരുന്ന വാഞ്ചോ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു സ്പൈഡർമാൻ തീം കേക്കാണ്. അതിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ചസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വൈറ്റ് സ്പഞ്ച് 2 ലെയറായിട്ടും ബ്ലാക്ക് സ്പഞ്ച് 2 ലെയറായിട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലാദ്യത്തെ ബ്ലാക്ക് സ്പഞ്ച് ലെയർ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനെ ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ചോക്ലേറ്റ് മിക്സ് ആഡ് ചെയ്ത ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ട് എല്ലാ ഭാഗത്തോട്ടും നന്നായിട്ട് പരത്തി കൊടുത്തതിന് ശേഷം നമുക്കതിലോട്ട് വേണ്ട ആവശ്യത്തിനുള്ള ഫില്ലിങ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന വൈറ്റ് സ്പഞ്ചിൻ്റെ ബ്ലാക്ക് സ്പഞ്ചിൻ്റെ റെസിപ്പി ആവശ്യമായിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ഞാനപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി പറഞ്ഞു തരുന്നതായിരിക്കും. അടുത്തതായിട്ട് ഒരു വാനില സ്പഞ്ചിൻ്റെ ലെയറാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നന്നായിട്ട് ഷുഗർ സിറപ്പിനാൽ വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള ക്രീം നമ്മൾക്ക് അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാം. സെയിം പ്രൊസീജിയർ തന്നെ വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്. ഫില്ലിംഗ് ആയിട്ട് നട്ട്സും ചോക്ലേറ്റ്സും എല്ലാം നല്ലപോലെ കൊടുത്തതിന് ശേഷം നമുക്കിനി വീണ്ടും അടുത്തതായിട്ട് വെക്കേണ്ടത് 3rd ലെയർ നമ്മൾ വീണ്ടും ഒരു ആ ലെയറും പതിയെ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് കൊണ്ട് നമുക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വീണ്ടും ക്രീം അപ്ലൈ ചെയ്യുക, ഫില്ലിങ്സ് ആഡ് ചെയ്യുക. അങ്ങനെ ഈ പ്രോസസ്സ് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. വീണ്ടും ക്രീം ആഡ് ചെയ്തതിന് ശേഷം ഫില്ലിങ്സ് ഓരോന്നായിട്ട് നമ്മൾ വീണ്ടും കൊടുക്കുകയാണ് 3ാമത്തെ ലെയറിലും. അങ്ങനെ 4ാമത്തെ ലെയർ നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു ബ്ലാക്ക്, ഒരു വൈറ്റ്, ഒരു ബ്ലാക്ക്, ഒരു വൈറ്റ് എന്നീ രീതിയിലാണ് നമ്മൾ ഈ 4 സ്പഞ്ചസും കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിൻ്റെ ഫൈനൽ കവറിങ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് മിക്സ് ആഡ് ചെയ്തിട്ടുള്ള ക്രീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചുറ്റിനും ആ ക്രീം ഒരു പാലറ്റ് നൈഫ് കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്ക്രേപ്പർ യൂസ് ചെയ്ത് നമ്മളതൊന്ന് ഫിനിഷിങ് വരുത്താൻ നോക്കുന്നുണ്ട്. മുകളിലും അതുപോലെ തന്നെ ചോക്ലേറ്റ് മിക്സ് ചേർത്ത ക്രീം അപ്ലൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. കേക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്ത നമുക്ക് ഡെക്കറേഷൻ പാർട്ടിലോട്ട് കിടക്കേണ്ടതാണ്. ഇതൊരു സ്പൈഡർമാൻ തീം കേക്ക് ആയതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒരു വെബ് ഡിസൈനാണ് നമ്മൾ ആ മുകൾ ഭാഗത്തായിട്ട് കൊടുക്കുന്നത്. സൈഡിലൂടെ ഡ്രിപ്പ് ഡിസൈൻ കൊടുക്കേണ്ടതുള്ളതിനാൽ അതും കൂടി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ കേക്കിൻ്റെ റെഫറൻസ് കസ്റ്റമർ തന്നിട്ടുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ കേക്കിൻ്റെ ഡിസൈൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് ക്രീമിൽ കുറച്ച് റെഡ് കളർ ആഡ് ചെയ്ത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം. എന്നിട്ട് ഇതുപോലെയുള്ള നോസിൽ ഡിസൈനാണ് അപ്ലൈ ചെയ്യുന്നത്. താഴത്തെ ബോർഡർ
ഫുള്ളും നമ്മൾ ഈ സെയിം ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഈ സെയിം ഡിസൈൻ തന്നെയാണ് കേക്കിൻ്റെ മുകൾ വശത്ത് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ 2 ബോർഡറും വരച്ചിട്ടുണ്ട്. മുകളിലും താഴത്തും നമ്മൾ റെഡ് കളർ ആഡ് ചെയ്തിട്ടുള്ള ഒരു നോസൽ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് സ്പൈഡർമാൻ്റെ ചെറിയ ടോയ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും ഒരു ക്യാൻഡിലും നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് വീഡിയോയിൽ കിട്ടാതിരുന്നതാണ്, ബ്ലൂ കളർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ക്രീമിൽ അപ്ലൈ ചെയ്ത് അവിടെ ഇവിടെ ആയിട്ട്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ സ്പൈഡർമാൻ തീം കേക്ക്?